പക്ഷേ ആഭ്യന്തര വകുപ്പിലും രമേശ് ചെന്നിത്തലയിലും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ വി ഡി സതീശനെ, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പോലും കടത്തിവെട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നാണ് പൊതുവിൽ നമുക്ക് കിട്ടുന്ന വിവരം, വിലയിരുത്തലുകൾ. എങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? നേരത്തെ നീതി സംവിധാനത്തിലൊന്നും പല ജനങ്ങൾക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ടുള്ള പ്രശ്നം. പക്ഷെ അതും രമേശ് ചെന്നിത്തലയ്ക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചു. മുഖം നോക്കാതെ ഏത് പ്രമുഖനെയും അനീതിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമെന്ന് പറയുന്ന ഒരു ആർജവം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കാണിക്കുന്നു. ആയങ്കി അത്തരത്തിലുള്ള ഒന്നാണ്. തൂഫാൻ അത്തരത്തിലുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ ഞെട്ടിക്കുകയല്ലേ? രമേശ് ചെന്നിത്തലയുടെ നല്ല കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പുള്ള സമയമൊക്കെ അദ്ദേഹത്തിന് വളരെ മോശമായിരുന്നു. കാരണം അയാൾക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രി ആക്കാൻ അദ്ദേഹത്തെ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വം. അതിൽ അദ്ദേഹം ഖിന്നനായിരുന്നു. മാത്രമല്ല അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയൊക്കെ പോയത്. പിന്നെയാണ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് നൽകാം എന്ന് പറയുകയും ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തത്. കാരണം ആഭ്യന്തര വകുപ്പ് ഭരിച്ച പരിചയം അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു നേട്ടമായിട്ട് പരിഗണിക്കപ്പെട്ടു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാർ, അച്ഛന്മാർ ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പിലാക്കിയെന്നുള്ളത്. കേരളം ലഹരിയുടെ, പ്രത്യേകിച്ച് രാസലഹരിയുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുക. സ്കൂളുകൾ, കോളേജുകൾ, ക്യാമ്പസുകളുമായി ചുറ്റിപ്പറ്റിയ മേഖലകൾ, കോളേജുകൾക്ക് അടുത്തുള്ള കോഫിക്കടകൾ, ഹോട്ടലുകൾ, ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് വിൽപ്പനയും മയക്കുമരുന്ന് ഉപയോഗവും നടക്കുകയും അതെല്ലാം കേരളത്തിലെ വിദ്യാർത്ഥികളെ ബാധിക്കുകയും അവരുടെ ജീവിതത്തെ തന്നെ കാർന്നു തിന്നുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ആഭ്യന്തര വകുപ്പിലേക്ക് രമേശ് ചെന്നിത്തല വരികയും ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമായിരുന്നു. അതായത് ആഭ്യന്തരമന്ത്രിയുടെ മുഴുവൻ പവർ ഇതിലേക്ക് കേന്ദ്രീകരിച്ചു. ഇപ്പം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിക്കുന്നതിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു. പക്ഷേ രമേശ് ചെന്നിത്തല ആ വേക്കൻറ്റ് സ്പേസ്, അതൊരു വേക്കൻറ്റ് സ്പേസാണ്, അത് കൃത്യമായിട്ട് കണ്ടെത്തുകയും അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി ആരംഭിക്കുന്നത്. അത് നല്ല രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതോടുകൂടി അതിന് വലിയ സ്വീകാര്യതയായി. കാരണം മയക്കുമരുന്നുകാരെ പിടിക്കും, മയക്കുമരുന്ന് ഉപയോഗം തടയും, സ്കൂളുകളും കോളേജുകളും ഒക്കെ അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കും എന്ന് പറയുന്ന ഒരു പ്രത്യാശ സമൂഹത്തിന് മുന്നിൽ വെക്കാനായിട്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ വിജയമാണ് ശരി. ആ വിജയം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ നേരെ വെല്ലുവിളി വരുന്നത്. അത് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഗുണ്ടയിൽ നിന്നാണ്. ആദ്യത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വകുപ്പിനും നാണക്കേടുണ്ടാക്കിയ ദിവസം തന്നെയായിരുന്നു. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കട എന്ന നിലക്ക് അർജുൻ ആയങ്കി പായുകയാണ്. അർജുൻ ആയങ്കി ഒളിച്ചൊന്നും ഇരുന്നില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. കേരളത്തിലെ തെരുവീതികളിലൂടെ, ഹൈവേയിലൂടെ, ഹോട്ടലിന് മുമ്പിൽ അവിടെയൊക്കെ ആയിട്ട് നടക്കുകയും അതൊക്കെ ദൃശ്യവൽക്കരിക്കുകയും മാധ്യമങ്ങൾ വരികയും ചെയ്തു. പോലീസ് എവിടെ? പോലീസിന് മുന്നിൽ പോലീസിനെ തൊട്ടില്ല എന്ന നിലക്ക് നടക്കുന്ന ഈ അർജുൻ ആയങ്കിയെ പിടിക്കാനായിട്ട് കഴിയാത്തതായിട്ടുള്ള പോലീസ്, എന്ത് പോലീസ്?
അതിനെ നിയന്ത്രിക്കുന്ന പോലീസ് മന്ത്രി എന്ത് പോലീസ് മന്ത്രി? ആ ചോദ്യങ്ങളൊക്കെ ഉയർന്ന ദിവസമാണ് ആദ്യത്തെ ദിവസം എന്ന് പറയാം. പക്ഷെ രണ്ടാമത്തെ ദിവസം കാര്യങ്ങൾ മാറുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ മാധ്യമങ്ങളിലെല്ലാവരും ശക്തമായ വിമർശനം പോലീസിനെതിരെ ഉണ്ടായി. കാരണം പോലീസിനകത്ത് ഒരു പോലീസുണ്ട് എന്നും ആ പോലീസ് ഗുണ്ടകളെ സഹായിക്കുന്ന പോലീസാണ് എന്നും വാർത്തകളിൽ വന്നു. ഇത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല അതിനൊരു സ്പെഷ്യൽ ടീമിനെ, ഇയാളെ പിടിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിക്കുകയും അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വളരെ കാര്യക്ഷമത പ്രവർത്തിക്കുന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ടുള്ള ആ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്ന സമയത്ത് വിജയൻ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു. ആ വിശ്വാസം വളരെ കൃത്യമായിട്ട് വിജയൻ സാർ സാക്ഷാത്കരിച്ച് കൊടുത്ത് അങ്ങനെ സംഭവം പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറി. അർജുനായകയ്ക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തനിക്കങ്ങനെ ഒളിച്ചിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒന്ന്, താൻ വളർന്ന പാർട്ടി അത് വേറെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇട്ടെങ്കിലും ആ പാർട്ടി പറഞ്ഞു ഇയാൾ ഗുണ്ടയാണ്, ഞങ്ങൾ ഇയാളെ അംഗീകരിക്കില്ല, ഇയാൾക്കൊരു സംരക്ഷണം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയൻ തന്നെ നേരിട്ട് അത് പ്രഖ്യാപിച്ചവരുടെ പിന്നെ പാർട്ടി ഗ്രാമങ്ങൾ അവിടെ എവിടെ വേണമെങ്കിൽ ഇയാൾക്ക് ഒളിച്ചിരിക്കാം. പക്ഷേ ഒളിത്താവളത്തിൻ്റെ ഒരു വാതിലും തുറന്നില്ല. അങ്ങനെ അർജുനായകയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. കീഴടങ്ങാൻ അയാൾ തീരുമാനിച്ചു. പോലീസ് പക്ഷേ അതൊക്കെ മണത്തറിഞ്ഞ് പിന്നാലെ നടന്ന് അയാളെ പോലീസ് പിടികൂടുകയും ചെയ്തു. എന്നുവെച്ചാൽ അയാൾ കീഴടങ്ങുമ്പോൾ അയാളെ പിടിക്കാനായിട്ട് പറ്റി. പക്ഷേ കീഴടങ്ങുന്ന മാനസികാവസ്ഥയിലായിരുന്നു അർജുനായൻ. പക്ഷെ അയാളെ പിടിച്ചു എന്ന് പറയുന്നത് വലിയൊരു വിജയമായിട്ട് മാറുകയും ഏത് ഗുണ്ടയും ഞങ്ങൾ പിടിക്കും എന്ന് കേരള പോലീസ് ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പോലീസ് മന്ത്രി നൽകുന്ന മെസ്സേജ് ഇതാണ്: ഈ രാസലഹരി വിൽപ്പന നടത്തുന്നതായിട്ടുള്ള ശൃംഖലകളും മാഫിയ സംഘങ്ങളും ശ്രദ്ധിക്കുക, നിന്നെയൊക്കെ പിടിച്ച് ഞാൻ ജയിലിടും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അല്ലേ? അത് തന്നെയാണ് ഗുണ്ടകളോട് പറഞ്ഞത്. ഏത് ഗുണ്ടയായാലും, പാർട്ടിയുടെ ഗുണ്ടയായാലും മുതലാളിയുടെ ഗുണ്ടയായി കഴിഞ്ഞാലും മാഫിയ സംഘത്തിൻ്റെ ഗുണ്ടയായാലും പിടിച്ചകത്തിടും എന്ന മെസ്സേജ് കൊടുക്കുക വഴി പോലീസ് വകുപ്പ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം കേരളത്തിന് നൽകിയത്. അതാണ് അദ്ദേഹത്തിൻ്റെ വൻ വിജയമായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്തിലേക്ക് മകൻ പറഞ്ഞു, മകനൊക്കെ പറഞ്ഞു ഇത് ഭയങ്കര അപകടമാണ്. കാരണം ഇത് ഈ തെമ്മാടി സംഘങ്ങൾ, ഗുണ്ടകൾ, മാഫിയകൾ ഇവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനമായപ്പെടുത്തി കളഞ്ഞേക്കും എന്നൊക്കെ വീട്ടുകാർ കരുതുന്നുണ്ട്. പക്ഷെ എങ്കിലും സമൂഹത്തിൻ്റെ ഒരു സംരക്ഷകനെ പോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഗ്രാഫ് ഉയരുകയാണ്. മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ആളുകൾ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോൺഗ്രസിനകത്താകുമ്പോൾ അവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊക്കെ അത് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. പക്ഷെ എന്തായാലും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് കടന്നിട്ട് ഒരു നിലപാട് കൂടി പറയുകയുണ്ടായി. ധീരമായിട്ടൊരു നിലപാടായിരുന്നു അത്. വേണ്ടി വന്നു കഴിഞ്ഞാൽ സിനിമാ സെറ്റുകളിൽ അടക്കം റെയ്ഡ് നടത്താൻ തയ്യാറാണ്, കാരവനിലടക്കം റെയ്ഡ് നടത്തും. അപ്പം സമൂഹ മാധ്യമങ്ങളിൽ പലവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പ്രമുഖ നടനെ പിടിക്കുമോ? ആ പ്രമുഖ നടനും ഇത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള പ്രമുഖന്മാരെയും പിടിക്കാനായിട്ട് എങ്കിലാണല്ലോ നീതി യഥാർത്ഥത്തിൽ നിർവഹിക്കപ്പെടുക, മുഖം നോക്കാതെ. ഇപ്പം പക്ഷേ നിയമവ്യവസ്ഥയെ പലപ്പോഴും ആളുകൾക്ക് വെല്ലുവിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇയാൾ വലിയ പ്രമുഖനാണ്, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കുക അയാളെ എന്ന രീതിയിൽ ചിലപ്പോൾ ആളുകൾക്ക് വെല്ലുവിളിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുവീഴ്ച പലപ്പോഴും നേരത്തെയൊക്കെ ആഭ്യന്തര വകുപ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിണറായിയുടെ കാലത്ത് പല വിട്ടുവീഴ്ചകളും, ഇയാൾ ഉന്നതനാണ്, അല്ലെങ്കിൽ അയാൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം. ഇങ്ങനെ കണ്ടു ശീലിച്ച ജനം ഒരുപക്ഷെ വെല്ലുവിളിക്കും, ധൈര്യം ഉണ്ടെങ്കിൽ അയാളെ പിടിക്കുമെന്ന് പറഞ്ഞു. ഇത് നമുക്കറിയാലോ, നേരത്തെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കോൺഗ്രസ് അതിശക്തമായിട്ട് എതിർത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനായിട്ട് വൈകി. അത് അത്രത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷീണവുമായി. പക്ഷെ എന്തായാലും അവസാനം
സമൂഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടലിൻ്റെ ഫലമായിട്ട് അവസാനം അയാൾക്കെതിരെ നടപടിയെടുത്ത അയാളെ സസ്പെൻഡ് ചെയ്തു. അതും ഒരു വലിയ നേട്ടമായിരുന്നു. ശരി, അതെ, തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് സിനിമാ മേഖല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സിനിമാ മേഖല വളരെ വികൃതമാണ്, അതിനകത്ത് നടക്കുന്ന മുഴുവൻ അസംബന്ധങ്ങളാണ്, അതേപോലെ തന്നെ അസഭ്യമാണ് എന്നൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞ്. അപ്പോൾ അതിനെതിരെ നടപടി വേണം എന്നൊരാഗ്രഹം പൊതുവെ സമൂഹത്തിനകത്തുണ്ട്. ചില പ്രമുഖ നടന്മാരാണത് മുഴുവനും നിയന്ത്രിക്കുന്നത്. അയാളെന്ത് പിടിക്കാത്തത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത്. അയാളെ പിടിക്കണം, അയാളെ മാത്രമല്ല ആരെയും പിടിക്കും എന്നുള്ളൊരു ഫീൽ സമൂഹത്തിന് നൽകേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു കയ്യടിയല്ലേ? അതെ.